മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഹൈദരാബാദ് സീരീസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഹായ്, ഐ ആം അഞ്ജലി ദേവി ആൻഡ് വരും നമുക്ക് ഹൈദരാബാദ് പോയിട്ട് വരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കൊച്ചി മൊത്തം കറങ്ങി നടന്നതിന് ശേഷം രാത്രി മൊത്തം ഉറങ്ങാതാണ് നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ നല്ല ക്ഷീണം ഉണ്ടെങ്കിലും അതൊന്നും അറിയാനില്ല കേട്ടോ. കാരണം സൂപ്പർ എക്സൈറ്റഡ് ആണ് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവൾ ഇത്രയും കഷ്ടപ്പെട്ട് എങ്ങോട്ടായി പോടേന്നല്ലേ. നമ്മുടെ കോളേജിൽ ഉണ്ടായിരുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ചങ്സിനെ കാണാൻ കേട്ടോ. അവരൊക്കെ ഹൈദരാബാദിലുണ്ട്. പിന്നെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഫ്രണ്ടൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒരു റീയൂണിയൻ തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ സർപ്രൈസ് ആണ്. എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് അറിയത്തില്ല. നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സിനെ കാണാൻ പോകട്ടോ. ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫോൺ വിളിക്കാനോ വേറെ റോമിങ് വേണമെന്നാണ്. പക്ഷേ ഇപ്പോൾ മൊത്തത്തിൽ മാറ്റി. അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊക്കെ കാര്യങ്ങളാണ് മാറുന്നല്ലോ ചെറിയ സമയത്തിൽ. മോരും വെള്ളമായി അമ്ര നിർത്തില്ലട്ടോ. ഇതൊക്കെ എയർപോർട്ടിൽ നിന്ന് 1 hour ജേർണിയിൽ നമ്മൾ അമ്രുവിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകണം കേട്ടോ. ഇത് പോകുന്ന വഴിക്ക് തന്നെ അജുനോടൊക്കെ പറഞ്ഞിട്ട് വന്ന കാര്യം സർപ്രൈസ്. അധികം സർപ്രൈസ് ഒന്നും ആരും ആയിട്ടൊന്നും തോന്നില്ല. ഹലോ, ഞാൻ എടുക്കട്ടെ. ഒരുപാട് കാലത്തിന് ശേഷം ഇതൊക്കെ എപ്പോഴും പറ്റില്ല കേട്ടോ. നിന്നെ ഒഴിവാക്കാം, ഇവനെ വെക്കാം. അല്ലെങ്കിൽ അല്ല, ഇവൻ കല്ലെങ്ങനെ അച്ഛനായപ്പോ അവന് കാര്യട്ടോ വലിയ രസമൊന്നുമില്ല. എന്നാലത്തെ രസം എല്ലാ സൈക്കാട്രി പേഷ്യൻസിനും ഒരു RMN 1-to-1 ഉണ്ടാവും. സെക്ഷനിലുള്ള പേഷ്യൻ്റൊക്കെ ആയിരിക്കും. കുറെ പേർക്ക് നമ്മുടെ സർപ്രൈസ് കാരണം വരാൻ പറ്റത്തില്ല. എല്ലാവരും ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. സമീന, എന്താ അവസ്ഥ നോക്കട്ടെ. മുഖം എല്ലാരെയും കണ്ട് വേഗം റെഡിയായി ഗോൽക്കണ്ട ഫോർട്ട് പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. കുറെ നാളത്തെ ആഗ്രഹമാണ് ആ സ്ഥലം ഒന്ന് കാണാന്ന്. പക്ഷെ എല്ലാവരുടെ തള്ളും കൂടെ ആയപ്പോഴത്തേക്കും സൺസെറ്റിന്റെ സമയമായത് അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചാർമിനാർ പോകാന്നുള്ളതാണ്. ഈ ചാർമിനാർ ആണെങ്കിൽ പോലും ഇത്ര വട്ടം ഞാൻ ഹൈദരാബാദ് വന്നിട്ടും ഇതുവരെ കാണാത്തൊരു സ്ഥലമാണ്. അപ്പൊ എന്തായാലും ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്രു, സലുവും സമീനയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. സാധാരണ ഇവരെയൊക്കെ ജീൻസിന്റെ ടോപ്പും ഷർട്ടും ഒക്കെ മാത്രം അടിച്ചു മാറ്റാൻ ഞാൻ ആദ്യമായിട്ട് കുർത്തി തപ്പുന്ന കണ്ടിട്ട് എവിടെയോ എന്തോ തകരാറ് പോലെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ എന്നെ നോക്കിക്കാണുന്നത്. നമ്മൾ ലക്ഷങ്ങളെ സത്യത്തിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ തിരക്കും ആ ബഹളത്തിന്റെ സൗണ്ടും ഒക്കെയാണ് കേട്ടോ. ഓരോ സൗണ്ടുകൾ ഇപ്പം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്തൊരു ഫീല് കിട്ടുന്നുണ്ട്. വളരെ കാമായിട്ടുള്ള പ്ലേസിൽ നിന്ന് ഇങ്ങനത്തെ ഒരു എന്റെ റിയൽ വൈബിലേക്ക് എത്തുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എനിക്ക് സ്ട്രീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രീറ്റ് ഫുഡ്, അവിടുത്തെ ഒരു മൊത്തം ഒരു എസൻസ് ഞാൻ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. नहीं मैडम, ആകെ ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യം ഉണ്ടായിരുന്നത് ഫോണൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ലണ്ടനിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടാസ്ക് അല്ല.
ഈ അമ്മറ എന്താണ് അമ്മറ കിട്ടിയാ എവിടെ ഏത് 100 ഇതെല്ലാം 100 ഇതോ 100 അടുത്തതായി സെമിനെ അവതരിപ്പിക്കുന്നു റിച്ച് കുട്ടി. എന്തെങ്കിലും ഒന്ന് വാങ്ങണട്ടോ, അല്ലെങ്കിൽ ഇവിടെ തല്ലിട്ടു ഉറപ്പാ. 500 മറ്റേ എല്ലാം ഒരുപാട് ചലു വെക്കടാ. സലുവിനെ ചേരണില്ല എന്നുള്ള ഉറപ്പാണ്. ഞാൻ വലുത് വെക്കാം അപ്പൊ സെറ്റ് ആവും. ആക്കി വെച്ചിട്ട് അല്ല സെമിനിക്ക് വലുതാ ചേരുന്നേ. സലു അമ്മ വെച്ച് നോക്കട്ടെ. ആ അമ്മ കൊള്ളാട്ടാ. ജയിൽ പുള്ളി ഇവളാണോ? ക്യാപ്പ് വെക്കണ്ട, എനിക്ക് ക്യാപ്പ് ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ ഷഹദൂദ് മലായി എന്ന് കേട്ടിട്ടുള്ളോ? ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൾബറി ഒക്കെ ഇട്ടിട്ടുള്ള ക്രീമും മലായും എല്ലാം കൂടെ ആയിട്ടുള്ള അടിപൊളി സാധനം ഇവിടുന്ന് കിട്ടുക കേട്ടോ. ചാർമിനാറുള്ള മിലാൻ ഫ്രൂട്ട് സെന്ററിലാണ് കേട്ടോ ഇത് കിട്ടുക. എല്ലാവരും നോക്കി നടക്കുന്ന ഭയങ്കര വൈറലായിട്ടൊരു സാധനമായിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്റെ ബക്കറ്റ് ലിസ്റ്റ് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. 20 രൂപയൊക്കെയാണ് ഒരു പോർഷന് വരുന്നത്. അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ട് നമുക്ക് വർത്ത് ഫോർ ട്രൈയിങ് ആണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് 1990 തുടങ്ങിയ ഈ ഒരു ഷോപ്പില് ദിവസം ഒരു 5000 മേലെ ആൾക്കാർ വന്നിട്ട് ട്രൈ ചെയ്തിട്ട് പോകുന്നു. അതൊക്കെ കേട്ടപ്പോ എന്തായാലും വന്നത് മുതലായി. അഭിനയിക്കണ്ട, നോർമലി ചെയ്താൽ മതി. എനിക്കും വേണം. എന്തൊക്കെയാണ് കാണുന്നത്? ടോട്ടൽ 270 രണ്ടെണ്ണത്തിനും കൂടെ. ഒരെണ്ണത്തിന് 150. ഇതെന്താ ഇത് മിക്സ്ഡ് അല്ലേ? നന്നായിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇങ്ങനെ പൊക്കം വായിക്കും. ഫോൺ എല്ലായിടത്തും വായിക്കണമെന്ന് ഫ്രണ്ട് ബാക്കാം. അപ്പൊ നീ ഇപ്പൊ എങ്ങനെ എടുക്കുന്നത്? നോക്കട്ടെ, എന്താ എടുത്തെന്ന് കാണാൻ പറ്റുമോ? അത് എനിക്ക് ഇതിങ്ങനെ ബോർഡ് പോലെ വരും, ഭൂമിയുടെ പോലെ. വിശ്വാസത്തിന് പുറത്തങ്ങനെ ഇട്ട് പോയതാണ്. അഞ്ജലിയുടെ അഞ്ജലി എന്താ നിങ്ങളെന്താ പരിപാടി? വേണോ മോഹബത്തി സർവീസ്? സർവീസ് അല്ല. ആ തൊപ്പി നാടൻ തനിമയുടെ തൊപ്പിയായിരുന്നു. ആ തൊപ്പി ഒരിക്കലും ഗുച്ചിന്ന് പറഞ്ഞാൽ എത്ര വിലയാണെന്ന് വിചാരം. വരേണ്ടത് അറിയാം. ഇത് എങ്ങനെ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇവരോടൊന്ന് ചോദിച്ചപ്പോ എന്താണ്? ദഹി ചാട്ട്, പാപടി ചാട്ട്, പാനിപൂരി, മസാല പൂരി, വടപ്പാവ് ഇല്ല കേട്ടോ. ഞാനൊന്നും ചെയ്തില്ല. എന്റെ ഇത് ആണോ? അത് അവിടെ വെറുതെ തിന്നിട്ടായിരിക്കും. തന്നെല്ലാം ഉണ്ടായി കഴിക്കണേ. അങ്ങനെ ആത്മാർത്ഥമായി ഉണ്ടാക്കുന്നത്. എന്റെ കയ്യിൽ എന്താ ചുമന്നിരിക്കുന്ന മിക്സ്
വിക്ടറി. കിട്ടിടാ വായോ. കഴിക്കും പറഞ്ഞായിരുന്നു. ഞാൻ ചോറൊക്കെ നിർത്തി, എനിക്ക് തടി കൂടുതലുണ്ട്. ഞാൻ ചപ്പാത്തി ഇത് സെറ്റപ്പ് കാലാണല്ലോ. നമ്മളിങ്ങോട്ടാണോ? ഹൈദരാബാദിലുള്ള നമ്മുടെ 2 കൂട്ടുകാരെടുത്ത് നമുക്ക് ചോദിക്കാം നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്. തെലുങ്കാന. ഇതാണ് ഹൈദരാബാദിലുള്ള നമ്മുടെ സെക്രട്ടേറിയറ്റ്. തിരിച്ച് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് കെട്ടിയിട്ട് വരുമ്പോഴാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് ഒക്കെ കണ്ട് ഭയങ്കര ലൈറ്റ്, നല്ല രസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹുസൈൻ സാഗർ ലേക്കും കണ്ടിട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ചില്ലാക്കാൻ വിചാരിച്ചു. ഇവിടെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 10 മണി വരെയാണ് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. രാത്രിയിലാണ് കുറച്ചുകൂടെ രസം എന്ന് കേട്ടിട്ട് അവിടെ ഇറങ്ങിയതാണ്. മറ്റേ കണ്ണാടിയുള്ളവനോടെ കണ്ണാടി അല്ല മറ്റേ മുഖംമൂടിയുള്ളവനോടെ. താങ്ക് യു. ഓരോരോ കഴപ്പൊന്നും പറ. അങ്ങനെ കുറേ നാളിന് ശേഷം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് ഹൈദരാബാദ് ഇവിടെ നിയർലി എൻഡിങ് ആണ്. നമ്മളെല്ലാവരും എന്താ കഥയൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോകാനായിട്ട് തിരക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ ഇവിടെ വരെ നിങ്ങൾ കണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാനും മറക്കണ്ട. നാളെ നമുക്കൊരു ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.